നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയാണല്ലോ സാലഡ് കുക്കുംബർ. 3-4 ചെടികൾ നട്ട് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കുക്കുംബർ എങ്ങനെയാണ് ഞാൻ വിളയിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കും. അല്പം സമയം കണ്ടെത്തിയാൽ മാത്രം മതി. വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട സാലഡ് കുക്കുംബറിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളെ കൂടാതെ ധാരാളം വൈറ്റമിനുകളും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ കെ, എ, ഇ, സി, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള കുക്കുംബറിൽ 95% മുകളിൽ ജലാംശമാണ്. അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയയെ ക്രമീകരിക്കുന്നതിനും ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനും അത്യുത്തമമായ ഒരു പച്ചക്കറിയാണ് കുക്കുംബർ. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. നല്ല വെയിൽ കിട്ടുന്ന ഡിസംബർ മുതൽ മെയ് മാസം വരെ നന്നായി കായ്ഫലം ലഭിക്കും. എന്നാൽ മഴക്കാലത്തും നമുക്ക് അടുക്കളത്തോട്ടത്തിൽ കുക്കുംബർ നട്ട് വിളവെടുക്കാം. അടുക്കളത്തോട്ടത്തിലേക്ക് ഏതാനും ചെടികൾ നടുമ്പോൾ മികച്ച കായ്ഫലം ലഭിക്കുവാനായി ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ മിക്കവാറും നഴ്സറികളിലും അതുപോലെ തന്നെ ഓൺലൈനായും ഹൈബ്രിഡ് വിത്തുകൾ ലഭിക്കും. നാടൻ വിത്തുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വില കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പച്ചക്കറികളുടെ ഹൈബ്രിഡ് തൈകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. തൈയുടെ വലിപ്പമനുസരിച്ച് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് ഒരെണ്ണത്തിന് ഈടാക്കാറ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വലിയ തൈകൾ വാങ്ങി നടാനാണ്. 15 ദിവസം പ്രായമുള്ള ഒരു കുക്കുംബർ തൈ നട്ടാൽ അടുത്ത 15 ദിവസം കഴിയുമ്പോൾ പൂവിട്ട് തുടങ്ങും. വീണ്ടും ഒരു 10-12 ദിവസം കഴിയുമ്പോഴേക്കും ആദ്യത്തെ കായ പറിക്കാൻ തയ്യാറായിട്ടുണ്ടാവും. നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് കുക്കുംബർ നടേണ്ടത്. നേരിട്ട് തറയിൽ നടുമ്പോൾ 2 അടി വ്യാസവും 1.5 അടി താഴ്ചയുമുള്ള കുഴിയിൽ മേൽമണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നിറച്ച ശേഷം വിത്തുകൾ നടാം. ഒരു തടത്തിൽ 4 വിത്തുകൾ പാകി മുളച്ച് 2 ആഴ്ച കഴിയുമ്പോൾ ആരോഗ്യമുള്ള 2 തൈകൾ നിർത്തി ബാക്കി പറിച്ചു കളയണം. നേരിട്ട് തറയിൽ നടാൻ സൗകര്യമില്ലെങ്കിൽ ഗ്രോ ബാഗിലും നടാം. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു ബാഗിൽ ഒരു ചെടി നിർത്തിയാൽ മതി. കുക്കുംബർ നന്നായി വേര് പടർന്നു വളരുന്ന ഒരു ചെടിയാണ്. തറയിൽ നേരിട്ട് നടുമ്പോൾ വേരുകൾ പടർന്നു വളർന്ന് ചെടിക്ക് ആവശ്യമായ പോഷകങ്ങളും വെള്ളവും വലിച്ചെടുക്കും. എന്നാൽ നമ്മൾ ഗ്രോ ബാഗിൽ വളർത്തുന്ന ചെടികൾക്ക് ഇത് സാധിക്കാത്തതിനാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മണ്ണിൽ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളുടെ അഭാവം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ വളങ്ങൾ നൽകണം. കുക്കുംബർ ചെടികൾക്ക് പടർന്നു വളരുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. പന്തലിടാൻ സൗകര്യമില്ലെങ്കിൽ ഉണങ്ങിയ ചെറിയ കമ്പുകളോ ഓലയോ നിലത്തു നിരത്തി പടരാൻ സൗകര്യം കൊടുക്കാം. 2 വേലിക്കമ്പുകൾ നാട്ടി പ്ലാസ്റ്റിക് വല വലിച്ചു കെട്ടിയോ കനം കുറഞ്ഞ കയർ ഇടവിട്ട് വലിച്ചു കെട്ടിയോ ഹൊറിസോണ്ടലായി പടർത്തിയും വളർത്താം. ഞാനിവിടെ ഓവർഹെഡ് പന്തലിലേക്കാണ് കയറ്റിവിട്ടത്. അതുകൊണ്ട് തന്നെ പന്തലിലേക്ക് എത്തുന്നത് വരെ സൈഡിലേക്ക് വളർന്ന മുളകൾ നീക്കം ചെയ്ത് പന്തലിന് മുകളിൽ എത്തിയ ശേഷമാണ് ശിഖരങ്ങൾ പൊട്ടാൻ അനുവദിച്ചത്. 1 കിലോഗ്രാം പച്ചച്ചാണകം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി 3-4 ദിവസം പുളിപ്പിച്ച് വീണ്ടും 10 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ ഒഴിച്ചു കൊടുത്താൽ നല്ല വളർച്ചയും വിളവും ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രോ ബാഗിൽ വളരുന്ന ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ മണ്ണിൽ ഇടയ്ക്കിടെ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ചെടികളിലെ ഉൽപ്പാദനം കുറയും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പഴയ ഇലകളുടെ അരികുഭാഗങ്ങൾ ആദ്യം മഞ്ഞ നിറവും പിന്നീട് ഉണങ്ങിയും കാണുന്നത് പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമാണ്. ചെടികൾ പൂത്തു തുടങ്ങിയ ശേഷം 5 ഗ്രാം ഫാക്ടം ഫോസും 10 ഗ്രാം പൊട്ടാഷും 10 ദിവസത്തിലൊരിക്കൽ ഗ്രോ ബാഗിൽ ചേർത്ത് കൊടുക്കുന്നത് ചെടിക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം എന്നിവ ലഭ്യമാക്കാൻ സഹായിക്കും. ഇലയുടെ ഞരമ്പുകൾ മാത്രം പച്ച നിറത്തിലും ഇടഭാഗങ്ങൾ മഞ്ഞയായും കാണുന്നത് മഗ്നീഷ്യം ഡെഫിഷ്യൻസി മൂലമാണ്. മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സോൾട്ട് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികളിൽ സ്പ്രേ ചെയ്യുകയോ 2-3 ആഴ്ച ഇടവേളകളിൽ 5 ഗ്രാം വീതം ചുവട്ടിൽ ചേർത്ത് കൊടുക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ കാണുന്നത് പോലെ അറ്റം നേർത്ത് ഷേപ്പില്ലാത്ത കായ്കൾ ഉണ്ടാകുന്നത് ബോറോണിൻ്റെ കുറവ് മൂലമാണ്. ഇത് പരിഹരിക്കാൻ 1/2 ടീസ്പൂൺ ബോറാക്സ് 1 ഗ്രോ ബാഗിൽ എന്ന കണക്കിൽ 1 മാസം ഇടവിട്ട് മണ്ണിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം.
കായ്കളിൽ 95% ജലാംശമായതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും ജലസേചനം നടത്തണം. വെള്ളത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ടാൽ ചെടികൾക്ക് സ്ട്രെസ് ഉണ്ടാവുകയും കായ്കൾക്ക് കയ്പ്പ് രസം വരികയും ചെയ്യും. പിഞ്ച് കായ്കളുടെ പുറത്ത് ചെറിയ മുള്ളുകൾ പോലെ ഒരു ഹെയറി ഗ്രോത്ത് ഉള്ളതുകൊണ്ട് കായീച്ചയുടെ ശല്യം അങ്ങനെ ഉണ്ടാകാറില്ല. അഥവാ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈച്ച കുത്തിയ കായ്കൾ പറിച്ച് നശിപ്പിച്ച് കളയണം. ആവശ്യമെങ്കിൽ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യുകയോ ഫിറമോൺ കെണി ഉപയോഗിക്കുകയോ ചെയ്യാം. ഇലതീനി പുഴുക്കളെയും വണ്ടുകളെയും നിയന്ത്രിക്കാനായി അവയുടെ മുട്ടകളും ലാർവകളും വണ്ടുകളും ശേഖരിച്ച് നശിപ്പിച്ച് കളയാറാണ് ഞാൻ ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ ബിവേറിയ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മൂപ്പെത്താത്ത കായ്കൾ കൃത്യസമയത്ത് തന്നെ പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത കായ്കൾ പെട്ടെന്ന് വളർന്ന് പാകമാകൂ. ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാലഡ് കുക്കുംബർ നമുക്ക് തന്നെ കൃഷി ചെയ്തുണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.